ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിത് ഇങ്ങനെ വെറുതെ പുറത്ത് നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ പൂച്ച നമ്മളോട് കളിക്കാനൊക്കെ നിന്ന് കേട്ടോ. നമ്മുടെ പൂച്ച ഒരു സ്നേഹിതനായതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. പൂച്ചേനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ ബാക്കിൽ നിന്നൊരു വിളി. അപ്പോൾ ഞാൻ നേരെ പോയി നോക്കിയപ്പോൾ ചോറും കറിയും എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നേരെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ കറിയും മീനും പിന്നെ എന്താ പറയുക എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. മീൻ കറിയൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് പപ്പടവും പിന്നെ ഒരു പിടി ചോറും ഗൈസ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം പിന്നെ മീനുകളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ്. സൗന്ദര്യമായിരിക്കുകയാണ്. പിന്നെ ഞാൻ അമ്മ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. പിന്നെ എൻ്റെ ഉപ്പ പണിയിലാണ് ഗൈസ്. കണ്ട ഇത്രയും വലിയ പണി എന്ന് പറയണത് വെറുതെ ഒന്നുമില്ല, ജസ്റ്റ് പുറത്തിടും. പിന്നെ നമ്മുടെ പൂച്ചേനായിട്ട് ജസ്റ്റ് തല്ലുകൂട്ടും, അതൊക്കെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ അവൻ അകത്തോട്ട് വന്നതും പുറത്തോട്ട് വന്നതും ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ചെറിയൊരു തല്ലുകൂട്ടം. അതെങ്ങനെ വാതിലടയ്ക്കും, പിന്നെ അവൻ വാതിൽ തള്ളി ലോക്കാവില്ല കേസ്. അത് ചില സമയത്തുള്ള പ്രശ്നമാണ്, ലോക്കാവില്ല. പിന്നെ ഞാൻ കുറച്ച് കറിയും കുറച്ച് ഈ സാധനത്തിൻ്റെ പേരെങ്കിൽ അറിയില്ല, എന്നാലും വിചാരിച്ചോ. പിന്നെ കുറച്ച് മീനും ഇതൊക്കെയാണ് കൂട്ടി കേസ്. നല്ല ഉഷാറായിട്ട് നൈസ്. പുറത്തെണ്ണം പോയി അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുത്തിട്ടുണ്ട്. കേസ് നല്ല ഉഷാറായിട്ടുള്ള കുറച്ച് മീനും പിന്നെ മീനാണ് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. മീനിന് കാര്യമില്ല. പിന്നെ കുറച്ച് പപ്പടം ഞാൻ എടുക്കുകയാണ്. പപ്പടം ഒന്നേ രണ്ടിൻ്റെ പകുതി കേസ്. ഞാൻ അത്രയും ഒരളവുണ്ട്, എനിക്ക് അളവ് ഞാൻ എടുക്കുള്ളൂ കേസ്. ഓക്കെ, പിന്നെ കുറച്ച് മീൻ കറി ഞാൻ ഇതിലേന്ന് എടുക്കുകയാണ് കേട്ടോ. കുറച്ച് മീൻ കറിയാണ്, കുറച്ചെന്ന് പറഞ്ഞാൽ അമ്മമാര് കുറച്ച് മീൻ കറിയും മീൻ കറി ഞാൻ ഇതിലെങ്ങനെ എടുത്തിട്ട് എന്താ സുഖം. നല്ലൊരു രസത്തിൽ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത് മൂടി വയ്ക്കുകയാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഉഷാറാണ് ഗൈസ്. എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടിയാട് പിടിച്ചു ഗൈസ്. എൻ്റെ മോനെ സ്വർഗം കണ്ട് ഗൈസ്, എന്ത് രസമായിരുന്നു. ഓക്കെ, മീനും പപ്പടവും എല്ലാം കൂടി ആയിട്ട് അടിച്ച് ഗൈസ്. എൻ്റെ മോനെ സ്വർഗമായിരുന്നു. പിന്നെ അതൊക്കെ വെറുതെ തിന്നു ഇങ്ങനെ. പിന്നെ പൂച്ചക്കുള്ള ഫുഡിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചു ഗൈസ്. അപ്പോൾ പൂച്ചക്കുള്ള ഫുഡ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മീൻ കറിയും കുറച്ച് ചോറ് മാത്രമായിരുന്നു മതി കേട്ടോ. മീനൊക്കെ തീർന്നു പോയി, അതുകൊണ്ടാണ്. അതുകൊണ്ട് പുറത്തോട്ട് പോയിട്ടുണ്ട്. പുറത്ത് പോയപ്പോൾ ആളെ കാണാനില്ല, ആളെവിടെയാണെന്ന് പോലെ അറിയില്ല. പിന്നെ ഇങ്ങനെ പോയി. പിന്നെ ഇപ്പുറത്തോട്ടം നോക്കി അവൻ കണ്ടില്ല, ചിലപ്പോൾ പുറത്ത് പോയിക്കായിരിക്കും. ഓക്കെ, അപ്പോൾ പുറത്ത് പോയി വരട്ടെ എന്നാണ് ഞാൻ അവിടെ ഇട്ടു ഗൈസ്. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് ഗൈസ്. നിങ്ങൾ കണ്ടോളൂ, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഇട്ട് നല്ല കഷ്ടപ്പെട്ട് ഇവിടെ ഇട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ചക്കൻ പുറകെ പോയി നിൽക്കണ ഗൈസ്. ഓക്കെ, അപ്പോൾ അതിനെ തപ്പാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഞാൻ പാത്രം കൊണ്ടുപോയി വെച്ച് ടാറ്റാന്ന് പറഞ്ഞ് നേരെ കൈ കഴുകാൻ പോയി ഗൈസ്. ഓക്കെ, കൈ കഴുകണമല്ലോ, കൈ ഇമ്പോർട്ടൻ്റ് ആണ്. കഴുകണം, പൂച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കൈ കഴുകണമല്ലോ. അപ്പോൾ കൈയും കഴുകി ഞാൻ നേരെ പൂച്ചേനെയും വിളിച്ചോണ്ട്, പൂച്ച ബാക്കിൽ നിന്നിരിക്കുകയാണ് ഗൈസ്. ബാക്കിൽ എന്തിനോ സ്വപ്നം കണ്ട് നിൽക്കുകയാണ് ഗൈസ്. കണ്ടാ പൂച്ച ഓടിയാണാണ്ടാ, വിളിച്ച് എൻ്റെ തൊണ്ട പറ്റി ഗൈസ്. ചുമ. ഓക്കെ, അപ്പോൾ നമ്മൾ പൂച്ചയ്ക്ക് ഫുഡ് കൊടുത്തു. ഓക്കെ, പൂച്ചയ്ക്ക് ഫുഡ് കൊടുത്തപ്പോഴാണ് മറ്റേ പൂച്ച വന്നിങ്ങനെ നോക്കണ്ടേ. ഞാനും ടാറ്റ കൊടുത്ത് പോയപ്പോഴാണ് അവർ രണ്ടുപേരും അടിപിടി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അമ്മ അവിടെ നിന്ന് ഫുഡ് എടുത്തിട്ടുണ്ട് അവന് വേണ്ടി. അന്നാ പറ്റുന്ന പോണ രണ്ടും ഒരെണ്ണം അങ്ങോട്ട് പോണത്. അടിപിടി പറ്റില്ല വയസ്സ്. അടിപിടി ഇവിടെ ഈ പൂച്ചയ്ക്കും പ്രശ്നമാണ്, ആ പൂച്ചയ്ക്കും പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ അതും കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചെക്കൻ്റെ ചെറിയ ഉദ്ഘാടനങ്ങളും നമ്മുടെ TD ബോക്സ് എന്താണ് അവരുടെ പേര്, അതും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആൾ അവരുടെ വലിയ സബ്സ്ക്രൈബറാണ്. ആളിത് കണ്ടു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക വ്ളോഗിന് എന്താ പറയുക എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ആളെ കണ്ടാൽ വളരെയധികം ഇഷ്ടത്തോടെയാണ് അവന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്ര ഉള്ളൂ ഈ വീഡിയോ. പിന്നെ മഴ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മഴയും നോക്കിക്കാണ് ഗൈസ്. മഴയില്ല, പക്ഷെ എന്നാലും കാലാവസ്ഥ നോക്കിക്കാണ്. അപ്പോൾ ഇന്നത്തെ ഇത്ര വീഡിയോ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ.